എടാ നീ നിന്റെ ഫോണിൽ നീ നോട്ടിഫിക്കേഷൻ ചെയ്യണോ ഒന്ന് നോക്കിയായിരുന്നു. എടാ നീ നോക്കാം എന്ന് പറഞ്ഞ് നീ കടന്നു. ഓ ഇങ്ങനത്തെ ഒരു പണിയാ, ഞാൻ നോക്കാം. ജിമിൻ ഫോൺ നോക്കിയപ്പോൾ ഇൻസ്റ്റാമിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ. അത് ആരുടെ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോൾ അത് ജിയുടെ ആണെന്ന് ജിമിന് മനസ്സിലായി. ജിമിൻ പെട്ടെന്ന് തന്നെ വീനെ വിളിച്ചു. ഇത് ആരുടെ നോട്ടിഫിക്കേഷൻ നോക്ക്, നിന്റെ ജിയുടെ ജിയുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞപ്പോൾ തന്നെ ചാടി വിളിച്ചു. ഇങ്ങോട്ട് ജിയുടെ മെസ്സേജ്, നാളെ ഇനി കൺസേർട്ട്, ഇനി എന്തായിരിക്കും കാര്യം, വല്ല കൺസേർട്ടിന്റെ കാര്യം ഇരിക്കുന്നു, കേൾക്കാം. നീ അപ്പം തന്നെ ജിമിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ഇൻസ്റ്റാമിൽ നോക്കി. വീട് ചിരിച്ച മുഖത്ത് ദേഷ്യം അരിച്ചു കയറാൻ തുടങ്ങി. അവന് മനസ്സിൽ ഇത് ആരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിമിൻ പറഞ്ഞു, അവന്റെ മനസ്സ് വായിച്ചതുപോലെ. അതും പറഞ്ഞ ജീവനൊരു ചെറിയ ചിരി ചിരിച്ചു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും വീട് മുഖത്തൊന്നോ അല്ലെങ്കിൽ ശബ്ദമോ ഒരു മാറ്റം ഇടാതെ വീട് കിടന്ന് ഫോൺ നോക്കി ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ജിമിൻ ചോദിച്ചു, ചിരിക്കാൻ പറ്റില്ലായിരിക്കും, കരയാൻ മാത്രമേ പറ്റൂ, ചിലപ്പോൾ തന്നെ ദേഷ്യവും വരാം. സത്യത്തിലുള്ള കാര്യം വേണ്ട, ഞാൻ തന്നെ നോക്കണം. തന്നെ അതും പറഞ്ഞ് വീടയിൽ നിന്നും ജിമിൻ ഫോൺ മേടിച്ചു. നമുക്കെന്തായാലും കണ്ടാലോ എന്തായിരിക്കും അതിനകത്തുനിന്ന്. മനസ്സിൽ വിഴുந்த നാനും തങ്കിടവേ എങ്ങനെയുണ്ട് മോനെ, വീഡിയോ നന്നായിട്ടില്ലേ? ഞാൻ നന്നായിട്ട് ലൈക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോടാ പട്ടി, ശവത്തി കുത്താതെ. ശവത്തി കുത്തുകയും ചെയ്യും, അത് കണ്ട് രസിക്കുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാടാ ജീവനെ ഞാൻ വേറെ ആളായിട്ട് കാണാൻ നേരത്ത് നിനക്ക് പറയും പോസസീവ് കൂടുതലാണ്. ഇപ്പൊ നിന്റെ മോതം എന്താടാ അണ്ണാൻ ചപ്പിയ പോലെ ഇരിക്കണം. അവനെ കണ്ടപ്പോ വിളിച്ചൊരു ഭിത്തി ഒട്ടിക്കല്ലോ നീ. അത് പിന്നെ നമ്മുടെ പെൺപിള്ളേര് നമ്മള് പിന്നെ കുറച്ച് പോസസീവൊക്കെ ആകും. അവന്റെ ക്ഷമി മറ്റാരോടും പോയി പറഞ്ഞാൽ മതി. ഫ്ലൈറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഇത് താഴെട്ടാണോ മമ്മി? അതെ, നീ പറഞ്ഞ ശരിയാ. ഫ്ലൈറ്റിലാന്ന് വെച്ചാല് അവര് നാളെയിലെ കൺസേർട്ട്, അപ്പൊ എന്തെങ്കിലും ഇറങ്ങിയാലല്ലേ അവർക്ക് രാവിലെ അവിടുത്തെ ഇറങ്ങാൻ പറ്റുള്ളൂ. അവര് നാലും പ്രൈവറ്റ് ജെറ്റിലായതുകൊണ്ട് അവിടെ മാനേജറോട് പറഞ്ഞിട്ടാണ് അവര് വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി കൺസേർട്ടിന് ഒരുങ്ങാനുള്ള നമ്മുടെ ഗേൾസിനെ കണ്ടാലോ? എടാ നിങ്ങൾ കേട്ടോ, ഫാൻസ് എല്ലാം ആവേശത്തിലിരിക്കുക, നമുക്ക് പൊളിക്കണമെന്ന്. അത് പിന്നെ നമ്മൾ ഒരു വർഷത്തിന് മേലെയല്ലേ നമ്മള് കൺസേർട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട്, അല്ലാതെ അവാർഡ് ഷോയ്ക്ക് മാത്രം ചെയ്തിട്ട് ഉണ്ടല്ലേ. അതുകൊണ്ട് കൺസേർട്ട് ചെയ്തപ്പോ എല്ലാവരും കൂടെ വന്നത്. ജീനി പറഞ്ഞ ശരിയാ, ഇവരൊക്കെ ഇത് മേക്കപ്പ് ചെയ്തോണ്ടും ഡ്രസ്സൊക്കെ ഇട്ടോണ്ടൊക്കെ ആട്ടോ പറയണേ. നമുക്കിനി ഒരു ഡ്രസ്സൊക്കെ കണ്ടാലോ? അപ്പൊ ഈ ആദ്യം കാണുന്ന ഡ്രസ്സ് നമുക്ക് ജീനിക്കും, രണ്ടാമത് കാണുന്ന ഡ്രസ്സ് മിയയ്ക്കും, മൂന്നാമത് കാണുന്നത് ജിയയ്ക്കും, നാലാമത് കാണുന്ന സിയയ്ക്കും കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഫുള്ള് ബോഡി കവർ ചെയ്യണ രണ്ടും അവരുടെ അനിയത്തിമാർക്ക് വേണമെന്ന് അവരുടെ ചേച്ചിമാർ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ എടുക്കുന്ന അവരോട് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരും ഭയങ്കര പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മാനേജർ വന്നത്. കൺസേർട്ട് തുടങ്ങാൻ സമയമായി, അതുകൊണ്ട് എല്ലാവരും സ്റ്റേജിലോട്ട് പോയി. ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ സോങ്സ് തുടങ്ങുമ്പോൾ we are going to be a memorable night for yours. Enjoy. പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ സ്റ്റേഡിയം ഫുള്ള് കിടന്ന് എല്ലാവരും എക്സൈറ്റ്മെന്റിൽ കിടന്ന് തുള്ളാൻ തുടങ്ങി. അപ്പോഴാണ് പാട്ട് തുടങ്ങിയത്.
कायफल ഫാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇത്. ഇവരുടെ ഫസ്റ്റ് ഹിറ്റ് സോങ്ങും ഇത് തന്നെ ആയതുകൊണ്ട് ഇവർ എന്ത് കൺസെർട്ട് ആണെങ്കിലും ആദ്യം ഈ പാട്ട് തന്നെയായിരിക്കും പാടുന്നത്. ഇനി നമുക്ക് ബോയ്സിന്റെ റിയാക്ഷൻ നോക്കിയാലോ. അരെ വാ, പൊളിച്ചു മുത്തേ, പൊളിച്ചു. ജിമ്മിനെ എങ്ങനെ ഉണ്ടായിരുന്നോ? പറയില്ല, എല്ലാവരും പ്രത്യേകിച്ച്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ജൂനേട്ടനും ശുഗയും ഇവരുടെ ഡാൻസ് ഒക്കെ കണ്ട് നല്ല നിർവൃതിയോടിരിക്കുകയാണ്. ആ സമയത്താണ് ജിമിനും വിയും വിളിച്ചത്. അല്ല ജൂനേട്ടാ, ശുഗേട്ടാ, ജിമ്മിനെവിടെയൊന്നും അല്ലേ? ഞങ്ങൾ കുറെ നേരം എന്നെ വിളിക്കണം. അത് പിന്നെ എനിക്ക് നമ്മുടെ ജൂനേട്ടനെ ശുഗേട്ടന്റെ ആൾക്കാരെ കണ്ട പിന്നെ ശുഗേട്ടനും ജൂനേട്ടനും ഈ ലോകത്തേ അല്ല. അവരുടെ കൂടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഉണ്ടാക്കി ചെയ്യാന്നുള്ള പ്ലാൻ ചെയ്യുമായിരിക്കും. അതെ അതെ, നമ്മളൊന്നും അപ്പൊ ഉണ്ടാവില്ലല്ലോ. അവന്റെ ഫസ്റ്റ് നൈറ്റ്, നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഞാൻ ആക്കി തരാം. ഞങ്ങൾ ആലോചിക്കണേ, നമുക്കിനി 2 മാസം കൂടെ കാത്തിരിക്കണ്ടേ ഇവിടെ കൊളാബറേഷനുകൾ നടത്താൻ. അത് ആലോചിച്ചെന്ന് ഞങ്ങൾ സംസാരിച്ചതാണ്. ഓ, കാടുകൾ ചിന്തിച്ചു പോയി. ചിന്തിക്കാറാകുമ്പോ ഞാൻ പറയാം കേട്ടോ മക്കളെ. അത് തന്നെ, എനിക്ക് സുഖം പറയാന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഓരോന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വല്ലതും ചെയ്യിപ്പിക്കരുത്. നീ പിന്നെ ചെയ്യാൻ കാണിയല്ല, കേട്ടല്ല. എന്റെ ജോലിട്ടാ അങ്ങനത്തെ കടും കയ്യുമ്പോഴൊന്നും ചെയ്യല്ലേ. ഞങ്ങള് വെറുതെ നിങ്ങളെ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അങ്കി ആക്കിയൊക്കെ കഴിഞ്ഞില്ല, എങ്കിൽ മീതിലേക്ക് അടങ്ങിയിരിക്കും. എന്താ ഒരു പറയാൻ പോകും നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മള് പാട്ടിന്റെ കാര്യമാണ് സംസാരിക്കണേ. ഞങ്ങള് വീട്ടിൽ വെച്ചൊരു കളി നടത്തിയായിരുന്നു, ട്രൂ ഓർ ഡെയർ. നമുക്ക് ജിയക്കും എനിക്കുമായിട്ട് ഡെയർ കിട്ടിയായിരുന്നു, നമ്മുടെ ഹോബിയുടെ വക. അപ്പൊ നമുക്ക് ആ ഡെയർ ഒന്ന് ഞങ്ങൾ ഇവിടെ നടത്താൻ വിചാരിച്ചു. അവള് ഞങ്ങൾക്കൊരു സ്കിറ്റ് തന്നിട്ടുണ്ട്, അതോടെ പെർഫോം ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ? അതും പറഞ്ഞ് ജീനി അവിടുത്തെ വലിയ ടിവിയിൽ ഓണാക്കി. നമുക്ക് നോക്കിയാലോ എന്താണ്. എടി, രാവിലെ എന്തിനാ മോളിടുന്നില്ല വിളിക്കണ്ടായേ? ഞാൻ പറയില്ല. ഏയ്, അപ്പടെ ചക്കരല്ലേ, പറയ്. ഞാൻ പറയില്ല. അങ്ങനെ പറയല്ലേ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ. അതപ്പേടെ പറ ശരിയാവില്ല. ഏയ്, നമ്മളിപ്പോ അപ്പയും മോളിലെന്ന് തിക്ക് ഫ്രണ്ട്സ്. ഇനി പറ. ശരി, അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ പറയാം. എന്റെ അളിയാണിന്റെ കുട്ടികൾ എന്തൊരു സാധന. ഇന്ന് രാവിലെ ഒരു കാർഡില്ലാതെ എന്നെ തല്ലി. ഫ്രിഡ്ജിന് രാവിലെ ഞാൻ മിഠായി എടുത്തു. അതാണ് അളിയന്റെ കുട്ടികൾ കണ്ടുപിടിച്ച കാരണം. ഇതിലൊക്കെ എവിടെ കിട്ടിയത് ബ്രോ? മതി, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ല, അപ്പനും മോളും. എനിക്കറിയാം അളിയന് ഇത് പറയുമ്പോ ഇഷ്ടമില്ലാണ്. ഏയ്, അളിയൻ മാറ്റ്, അപ്പനും മോളും. ആ, അപ്പനും മോളും. മോളൊരു കാര്യം ചെയ്തോ, പോയിക്കോ. ഈ വീട്ടിലൊരു മിഠായി തിന്നാൻ അവകാശിരിക്കില്ലേ? ചോദിക്കണ്ടായിരുന്നു. സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെ പാട്ടൊക്കെ കഴിഞ്ഞു. എല്ലാ സോങ്ങും എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ അവരുടെ ഈ ട്രെൻഡിങ് ആയ അവിടെ 4 സോങ് കളിച്ചു. ഇനി നമുക്ക് വോയിസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം.